നെയ്മറിൻ്റെ തിരിച്ചുവരവ് അത് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. റൊണാൾഡോയും മെസ്സിയും തിരിച്ചു വന്നു. ഇനിയുള്ളത് മൂപ്പരാണ്. നിങ്ങൾ നെയ്മർ ഫാൻസ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ റൊണാൾഡോ ഫാൻസും മെസ്സി ഫാൻസും എല്ലാ ഫുട്ബോൾ ഫാൻസും ആ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. 2.5 വർഷമായി ആ മനുഷ്യൻ ബ്രസീൽ ജേഴ്സി അണിഞ്ഞിട്ട്. 2.5 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ മനുഷ്യൻ ബ്രസീൽ ജേഴ്സി അണിയും. ബ്രസീലിൻ്റെ എല്ലാ പ്രതീക്ഷയും ബ്രസീൽ തിരിച്ചു വരുമെന്ന് അവർ വിശ്വസിക്കുന്നത് നെയ്മറിൽ നിന്നാണ്. നെയ്മർ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. നെയ്മറുടെ തിരിച്ചുവരവ് ഞങ്ങൾക്കും വേണം. ഫുട്ബോൾ ഇത്രയും അനീതി കാണിച്ച വേറൊരു മനുഷ്യനില്ല. ഫുട്ബോൾ നീതി പുലർത്തേണ്ടത് ഫുട്ബോളിൻ്റെ കടമയാണ്, കാലത്തിൻ്റെ കടമയാണ്. ഇത്രയും പരുക്കുകൾ നേരിട്ടൊരു കളിക്കാരനുണ്ടോ എന്നത് സംശയമാണ്. ഒരുപാട് പരുക്കുകൾ, വലിയ വലിയ സർജറികളെല്ലാം കഴിഞ്ഞിട്ടും ഫുട്ബോൾ മതിയാക്കാതെ ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ മനുഷ്യൻ ഇന്ന് തിരിച്ചു വരികയാണ് ബ്രസീൽ ജേഴ്സി അണിഞ്ഞുകൊണ്ട്. ആ പരുക്കുകൾ മാത്രമല്ല, ഒരുപാട് വിമർശനങ്ങൾ, അതിലേറെ വലിയ സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നേരിട്ടിട്ടും നെയ്മർ തിരിച്ചു വരുന്നു. നമ്മൾ സപ്പോർട്ട് കൊടുക്കണം വലിയ രീതിയിൽ. നെയ്മർ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ, ഗോളുകൾ നേടട്ടെ, ടീമിനെ ജയിപ്പിക്കട്ടെ. കാരണം നെയ്മറിൻ്റെ കംബാക്ക് അതെല്ലാവർക്കും ആവശ്യമാണ്. കാലം അതിന് സാക്ഷ്യം വഹിക്കണം. കാരണം ഒരുപാട് പ്രാവശ്യം എതിരെ നിന്നാണ് നെയ്മറിൻ്റെ. ആ മനുഷ്യൻ പരുക്കുകൾ ഇല്ലായിരുന്നെങ്കിൽ ഏത് ലെവലിലെത്തേണ്ട മനുഷ്യനൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടും ഒരുപാട് പരുക്കുകൾ ഉണ്ടായിട്ട് പോലും മെസ്സിയും റൊണാൾഡോയും പ്രൈമിൽ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലേക്ക് കയറി ചെന്ന മനുഷ്യനാണ്, അവരുടെ ഒപ്പം നിന്ന മനുഷ്യനാണ്. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആ നെയ്മറിൻ്റെ തിരിച്ചുവരവ് ഞങ്ങൾക്ക് ഇന്ന് കാണണം. നെയ്മർ അത് കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആഞ്ചലോട്ടി 90 മിനിറ്റും നെയ്മർ കളിക്കാൻ ഫിറ്റാണ് എന്നാണ് പറഞ്ഞത്. മത്സരം ഫുൾ ടൈം നെയ്മർ കളിക്കട്ടെ, നെയ്മറുടെ അസിസ്റ്റും ഗോളുകളും വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.